പൂയപ്പള്ളി സ്വദേശിയായ തുഷാര എന്ന 27-കാരിയുടെ കൊലപാതകം അതിൻ്റെ ചുരുളഴിയുമ്പോൾ സത്യം പറഞ്ഞ മലയാളികൾ മാത്രമല്ല, ഇന്ത്യൻ ജനത മുഴുവന് ഞെട്ടുന്ന തരത്തിലാണ് ആ ഒരു കൊലപാതകം അരങ്ങേറിയിരിക്കുന്നത്. ഏകദേശം വിചാരണയൊക്കെ പൂർത്തിയായിരിക്കുന്നു. ഒരു പക്ഷേ ഓർമ്മയില്ലാത്തവരെ ഒന്നുകൂടി ഇത് ഓർമ്മിപ്പിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് തുഷാര എന്ന ആ 27-കാരിയുടെ മരണം. തുഷാര 2013 കരുനാഗപ്പള്ളി സ്വദേശിയെ വിവാഹം കഴിച്ചത്. അതായത് പൂയപ്പള്ളി സ്വദേശി ചാരുവിള വീട്ടിൽ ചന്തുലാലിനെയാണ് വിവാഹം കഴിച്ചത്. 2013 വിവാഹം കഴിച്ചത്. അച്ഛനും അമ്മയും ചേർന്ന് സ്വന്തം മകളെ ആ വീട്ടിലേക്ക് കൈപിടിച്ച് കയറ്റുമ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ ചിലപ്പോൾ ആ കുടുംബത്തിന് കാണും, തുഷാരയ്ക്കും കാണാം. അപ്പോൾ 2013 പറയുമ്പോൾ തുഷാരയുടെ ഒരു ചെറുപ്രായം തന്നെയാണ്, വലിയ പ്രായമൊന്നുമില്ല. നല്ല കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു കുട്ടിയായിരുന്നു തുഷാര. നല്ല ആരോഗ്യവതിയായിട്ടുള്ള നല്ലൊരു പെൺകുട്ടി. ഒരുപാട് ജീവിത സ്വപ്നങ്ങളുമായിട്ടാണ് ചന്തുലാലിൻ്റെ ജീവിതത്തിലേക്ക് തുഷാര കയറി ചെന്നത്. പക്ഷേ ഒരാഴ്ച മാത്രമേ ആ ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ സന്തോഷം നിലനിന്നിട്ടുള്ളൂ. ഒരാഴ്ചയ്ക്ക് ശേഷം പിന്നീട് തുഷാര കാണുന്നത്, തുഷാര അനുഭവിച്ചത് ജീവിതത്തിൽ ഒരിക്കലും ഒരു സ്ത്രീയും അനുഭവിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കൊടും ക്രൂരതകളായിരുന്നു ആ ഭവനത്തിൽ നിന്നും, ചെന്നു കയറിയ ഭവനത്തിൽ നിന്നും തുഷാര നേരിട്ടത്. ഒരുപക്ഷെ നമ്മുടെ സിനിമകളിലും അല്ലാതെയൊക്കെ നമ്മൾ അവിടെ ഇവിടെയും കാണുന്ന ചില രംഗങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ നേരിട്ട് അനുഭവിച്ച ഒരു പെൺകുട്ടി തന്നെയാണ് തുഷാര. സ്വന്തം വീട്ടുകാർ പോലും അറിഞ്ഞിരുന്നില്ല. ഒരാഴ്ചയ്ക്ക് ശേഷം സ്ത്രീധനത്തിൻ്റെ പേരിലായിരുന്നു പീഡനം തുടങ്ങിയത്. ചന്തുലാൽ എന്ന ആ ഒരു മൃഗം എന്ന് തന്നെ പറയാം. ആ മൃഗം തുഷാര എന്ന പെൺകുട്ടിയുടെ അവളുടെ ശരീരത്തോടുള്ള ഭ്രമത്തിന് ശേഷം അവളെ പിന്നീട് പിച്ചി ചിന്തുകയായിരുന്നു. ഓരോ ദിവസവും ഓരോ മണിക്കൂറും മൃഗീയമായ ക്രൂരമായ പീഡനമാണ് ആ പെൺകുട്ടി നേരിട്ടത്. സ്ത്രീധനം കൊടുക്കാത്തതിൻ്റെ പേരിൽ മകനും അമ്മയും ചേർന്നുള്ള പീഡനമായിരുന്നു. പട്ടിണിക്കിട്ട്, മുറിയിൽ പൂട്ടിയിട്ട്, ഇതിനിടയിൽ 2 കുഞ്ഞുങ്ങൾക്ക്, 2 പെൺകുട്ടികൾക്ക് ജന്മം നൽകി. പിന്നീട് തുഷാര മരിച്ചപ്പോൾ തുഷാരയുടെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ കാണാൻ കഴിഞ്ഞത് 27 വയസ്സുള്ള ആ പെൺകുട്ടിയുടെ ശരീരഭാരം വെറും 21 കിലോ മാത്രമായിരുന്നു. 2 കുഞ്ഞുങ്ങളുടെ അമ്മ, 27 വയസ്സുകാരി. ഒന്ന് ചിന്തിക്കാന്നേ ഉള്ളൂ. പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അവളുടെ വയറ്റിൽ ആഹാരത്തിൻ്റെ ഒരംശം പോലും ഉണ്ടായിരുന്നില്ല. കൊടും പട്ടിണി എന്ന് തന്നെ പറയാം. വീട്ടുകാരെ അറിയിക്കില്ലായിരുന്നു. വീട്ടുകാരുമായിട്ട് ഈ ഒരു കല്യാണത്തിന് ശേഷം സ്വന്തം വീട്ടുകാരുമായിട്ട് സംസാരിക്കുവാനോ അല്ലെങ്കിൽ അവിടേക്ക് പോകാനോ അനുവദിക്കില്ലായിരുന്നു. 2 കുഞ്ഞുങ്ങളെ ജന്മം നൽകിയപ്പം പോലും ആ കുഞ്ഞുങ്ങളെ കാണുവാനോ വീട്ടുകാരുമായോ അയൽവാസികളുമായിട്ടോ ഈ തുഷാരയ്ക്ക് യാതൊരു ബന്ധവുമില്ലായിരുന്നു. അത്തരത്തിൽ സംസാരിക്കാനോ അയൽവാസികളുമായിട്ട് സംസാരിക്കാനോ ഒന്നും അനുവദിക്കില്ലായിരുന്നു. ഒരു മുറിയിൽ പൂട്ടിയിട്ടേക്കുമായിരുന്നു. മൂത്ത കുട്ടിയെ നഴ്സറിയിൽ കൊണ്ടുവന്ന് വിട്ട സമയത്ത് പോലും ഈ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ചേർക്കാൻ തുഷാരയ്ക്ക് അനുവാദമില്ലായിരുന്നു. ഈ ചന്തുലാലിൻ്റെ അമ്മ എന്നുള്ള രീതിയിൽ, കുട്ടിയുടെ അമ്മ എന്നുള്ള രീതിയിൽ ലേബലിൽ അവിടെ നഴ്സറി കൊണ്ടുവന്ന് ചേർത്തത്. അമ്മ എന്തെന്ന് ചോദിച്ചപ്പോൾ കിടപ്പ് രോഗിയാണെന്നാണ് ചന്തു അന്ന് മറുപടി പറഞ്ഞത്. അയൽവാസികൾ ചോദിക്കുമ്പോൾ അവൾക്ക് സുഖമില്ല, കിടപ്പിലാണെന്നാണ് പറയുന്നത്. പലപ്പോഴും കൊടും ക്രൂര പീഡനങ്ങളായിരുന്നു അനുഭവിച്ചത്. ഈ പീഡനങ്ങൾ അലമുറയിട്ട് കരയുന്ന പലപ്പോഴും തുഷാരയുടെ ഈ കരച്ചിൽ അയൽവാസികൾ കേൾക്കാറുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇന്നത്തേതുപോലെയുള്ള ഇന്ന് നമ്മളുടെ അയൽപക്കത്ത് എന്തെങ്കിലുമൊക്കെ നടന്നാൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ പോലീസിൽ എന്തെങ്കിലുമൊക്കെ അറിയിക്കും. അന്ന് അയൽവാസികൾ ചിലപ്പോൾ അറിയിച്ചില്ലായിരിക്കാം. ചിലപ്പോൾ ഫാമിലി വിഷയം കുടുംബ വഴക്ക് എന്നുള്ള രീതിയിൽ അവർ ഗൗനിച്ചില്ലായിരിക്കാം. പക്ഷേ തുഷാരയെ പുറത്തു പോലും കണ്ടില്ല. അതിന് ഒരു ഭാഗം നമ്മുടെ സമൂഹത്തിനും ഇതിനൊരു കാരണം തന്നെയാണ്. ചുറ്റുമുള്ള അയൽവാസികളും ഇതിനൊരു ഉത്തരവാദികൾ തന്നെയാണ്. മാത്രമല്ല അതിനപ്പുറം സ്വന്തം വീട്ടുകാർ, മകളെ വിവാഹം കഴിപ്പിച്ചയച്ചു ഏകദേശം 5 വർഷത്തോളം കണ്ടില്ല എന്ന് പറയുമ്പോൾ സ്വന്തം മകളല്ലേ, അന്വേഷിക്കാമായിരുന്നു. ഒരു പക്ഷെ അവർ നിർധനരായിരിക്കാം. എന്നാലും സ്വന്തം മകളല്ലേ, 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ വ്യക്തികളല്ലേ, എന്തായിരിക്കും ആ ഒരു അമ്മയുടെ അച്ഛൻ്റെ അവസ്ഥ? പിന്നീട് വിലപിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല.
അത് ഏറ്റവും അധികം സ്വന്തം വീട്ടുകാർ തന്നെയായിരുന്നു. ഇത് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയാനുള്ള കാരണം ഇന്നും പെൺകുട്ടികൾ വിവാഹം കഴിച്ചു പോകുന്നുണ്ട്. പലപ്പോഴും അഭിമാനത്തിന്റെ പേരിലും ഈ പറഞ്ഞിട്ടുള്ള സമൂഹത്തെ നോക്കിയൊക്കെ പെൺകുട്ടികൾ പലപ്പോഴും ഈ ഒരു ക്രൂര പീഡനങ്ങൾ പലയിടത്ത് സ്ത്രീധനം അല്ലാതെ തന്നെ അനുഭവിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ ഇന്നുമുണ്ട്. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലുള്ളവരുടെ ഇടയിൽ. നഗരപ്രദേശങ്ങളിൽ കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അഭിമാനത്തിന്റെ പുറത്ത് കുറേയൊക്കെ സഹിക്കുമായിരിക്കും. പക്ഷേ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ ഇന്ന് നിൽക്കില്ല. അത്തരത്തിൽ എല്ലാ പെൺകുട്ടികളെയും വളർത്തണം. പീഡനം അനുഭവിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല. നമ്മൾ ഒരാണിൻ്റെയും അല്ലെങ്കിൽ ഒരു ഭർത്തൃ വീടിൻ്റെയും മുമ്പിൽ ചൂഴ്ന്നു നടക്കേണ്ട കാര്യമില്ല. ഒരു സ്ത്രീക്ക് സ്ത്രീയുടേതായ വ്യക്തിത്വവും അവരുടേതായ നിലപാടുകളിലും ഉറച്ചു തന്നെ നിൽക്കണം. എന്ത് സംഭവിച്ചാലും ഒരിക്കലും നമ്മുടെ ശരീരത്തേക്ക് ഒരാളും കൈവെക്കാനുള്ള ഇടം വരുത്തരുത്. നല്ലൊരു ജീവിതമായിരിക്കണം. ജീവിതം പ്രതീക്ഷിച്ചായിരിക്കുമല്ലോ തുഷാര എന്ന ഒരു പെൺകുട്ടി പോയത്. ഒരു പക്ഷേ ഇന്ത്യ കണ്ടത് ഇതിലൊരു ജഡ്ജ്മെന്റിന്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ഒരു വിധി വരുമ്പോൾ പറയുന്നത് ഇന്ത്യ കണ്ടതിൽ അപൂർവമായിട്ടുള്ള ക്രൂര പീഡനം എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്രയോ ദിവസങ്ങൾ ആ പെൺകുട്ടി പട്ടിണി കിടന്നിട്ടുണ്ട്. പട്ടിണി മാത്രമോ? ഭർത്താവിൻ്റെ കയ്യിൽ നിന്നുള്ള പ്രഹരം, അമ്മായിമ്മയുടെ കയ്യിൽ നിന്നുള്ള പ്രഹരം, ഈ രണ്ട് കുഞ്ഞു മക്കളെ പോലും ഓമനിക്കാനോ അവരെ സ്നേഹിക്കാനോ ഒരമ്മയെന്നുള്ള രീതിയിൽ അനുവദിച്ചിരുന്നില്ല. പ്രസവിച്ചിട്ട് കൊടുക്കുക, അല്ലാതെ ആ കുഞ്ഞുങ്ങളെ ഒന്ന് ഓമനിക്കാൻ പോലും തുഷാരയ്ക്ക് അനുവാദമുണ്ടായിരുന്നില്ല. ചിന്തിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വേദന തോന്നി. എങ്ങനെ ആ പെൺകുട്ടി ഇത്രയും വർഷം അവിടെ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ പറയുന്ന ഞാൻ ഈ സംസാരിക്കുമ്പോൾ പോലും എൻ്റെ ഉള്ളിൽ നിറയുന്ന ഒരു വേദനയുണ്ട്. ആരും കണ്ടില്ലല്ലോ എന്നുള്ളത്, ചുറ്റുപറ്റത്തുള്ള ഒരു അയൽവാസി പോലും ഇതിനെതിരെ ഒന്ന് പ്രതികരിച്ചില്ലല്ലോ എന്നുള്ളത്. ഒന്ന് ഇളയ കുട്ടിക്ക് 3 വയസ്സാണ്. ആ കുട്ടിയുടെ മൊഴിപ്രകാരമാണ് ഈ പീഡനങ്ങളുടെ കഥ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഇതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടൊക്കെ പോലീസുകാർ അന്വേഷിച്ചപ്പോൾ ഈ കുട്ടിയാണ് കുറേയൊക്കെ പറയുന്നത്. സ്വന്തം വീട്ടുകാർ, അച്ഛൻ കാണും, അമ്മ കാണും, സഹോദരൻ കാണും, ഇവർക്ക് ആർക്കും അറിയില്ല, അയൽവാസികൾക്കറിയാം. അപ്പം നാം ഉൾപ്പെടുന്ന സമൂഹമല്ല ഒരു സ്ത്രീക്കെതിരെ ഇത്തരത്തിലുള്ള പീഡനം ഉണ്ടാകുമ്പോൾ എല്ലാവരും തുല്യ പങ്കുള്ളവരാണ്. നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന സംഭവങ്ങൾ, നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരു പെൺകുട്ടി നിലവിളിക്കുന്നുണ്ടെങ്കിൽ എന്താണ് സംഭവം എന്ന് ഇറങ്ങിച്ചെന്ന് ചോദിക്കാൻ തന്നിടമുള്ളവരായിരിക്കണം നാം എന്ന് പറയുന്ന സമൂഹം. ആ ചോദ്യം ചെയ്തിരിക്കണം. ഒരു കുട്ടി കരയുന്നുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞു കുട്ടി എന്തെങ്കിലും ബുദ്ധിമുട്ടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവസ്ഥയിലുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കണം എന്താണ് എന്നുള്ളത്. നാം ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, താമസിക്കുമ്പോൾ നമുക്കൊരു പ്രതിബദ്ധതയുണ്ട്, ഒരു ബാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആ നിഷ്ഠൂരമായ കൊലപാതകം അരങ്ങേറിയത്, ആ പെൺകുട്ടിയുടെ ജീവൻ ഇല്ലാണ്ടായത്. ഈ ഒരു വാർത്ത വായിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു വാർത്തയിലൂടെ നമ്മൾ അറിയുമ്പോൾ തന്നെ ഞാൻ ഈ പറയുന്ന പീഡനം അല്ലെങ്കിൽ തല്ലി അല്ലെങ്കിൽ ഉപദ്രവിച്ചു എന്ന് പറയുമ്പോൾ ഓരോ നിമിഷവും ഓരോ ദിവസവും ഏകദേശം 5 വർഷത്തോളം, 1 മാസമല്ല അല്ലെങ്കിൽ ആഴ്ചയല്ല, 5 വർഷമാണ് ഒരു ശരീരത്തിന്, 27 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ശരീരത്തിന് ഏറ്റിട്ടുള്ള പ്രഹരങ്ങൾ. കഴിക്കാൻ കൊടുത്തിരുന്നത് പഞ്ചസാര കലക്കിയ വെള്ളവും അതേപോലെ തന്നെ കുതിർത്ത അരിയുമാണ്. പഞ്ചസാര കലക്കിയ വെള്ളവും കുതിർത്ത അരിയുമാണ് ആഹാരമായി കൊടുത്തിരുന്നത് പലപ്പോഴും, അതും വല്ലപ്പോഴും മാത്രം. അത്തരത്തിൽ ഇത്രയും ഒരു കൊടിയ പീഡനമാണ് ആ പെൺകുട്ടി നേരിട്ട്. എന്തായാലും മരണശേഷം ആ പെൺകുട്ടിയുടെ ശാരീരിക ഭാരം എന്ന് പറയുന്നത് 21 കിലോ മാത്രമാണ്. ഏതായാലും ഇപ്പോൾ പോലീസ് ഇപ്പം മാത്രമല്ല, ഇതിപ്പോൾ 2019 ഈ തുഷാരയുടെ മരണം. ഈ മരണത്തിന് ശേഷം ഇപ്പോൾ ഈ ഒരു കാലത്ത്, ഈ ഒരു വർഷത്ത് നിലനിൽക്കുമ്പോൾ ഇത്രയും വർഷം തന്നെ എടുത്തു ഇവർ കുറ്റക്കാരാണെന്ന് തെളിയിക്കാൻ. അതാണ് നമ്മുടെയൊക്കെ പോലീസിൻ്റെയും കോടതിയുടെയൊക്കെ ഗതികേടെന്നൊന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ ശാസ്ത്രീയ തെളിവുകളും അയൽക്കാരുടെയും തുഷാരയുടെയും 3.5 വയസ്സുള്ള മകളുടെയും അധ്യാപികയുടെയും ഉൾപ്പെടെ മൊഴികൾ പ്രതികൾക്ക് നേരെ വിരൽ ചൂണ്ടിയിരുന്നു. തുഷാരയെ ഭർത്താവ് ചന്തുലാലും അമ്മ ഗീത ലാലിയും ചേർന്ന് പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയതാണെന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഭർത്താവും ഭർത്തൃമാതാവും തുഷാരയെ സ്ഥിരം മർദ്ദിക്കാറുണ്ടെന്നുവെന്നും സമീപവാസികൾ അന്നും പോലീസിനോട് പറഞ്ഞിരുന്നു. പഞ്ചസാര വെള്ളവും കുതിർത്ത അരിയും മാത്രമാണ് തുഷാരയ്ക്ക് നൽകിയിരുന്നത്. മുറിയിൽ ഇടുകയായിരുന്നു. കേസിൽ ചന്തുലാലും ഗീതയും കുറ്റക്കാരെന്ന് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത് കഴിഞ്ഞ ദിവസമാണ്.
ജഡ്ജി എസ് സുഭാഷാണ് ഇരുവരും കുറ്റക്കാരാണെന്ന് വിധിച്ചിരിക്കുന്നത്. ഏതായാലും 23 സാക്ഷികളെയാണ് വിസ്തരിച്ചിരിക്കുന്നത്. 35 പ്രോസിക്യൂഷൻ രേഖകൾ ഇപ്പോൾ ഹാജരാക്കിയിരിക്കുന്നു. സാക്ഷിമൊഴികളും മെഡിക്കൽ റിപ്പോർട്ടുകളും കേസിൽ നിർണായകമായിട്ടുണ്ട്. ചന്തുലാലിന്റെ പിതാവും കേസിലെ 3-ാം പ്രതിയുമായ ലാലിയെ 1.5 വർഷം മുമ്പ് അയാൾ മരണപ്പെട്ടിരുന്നു. അതുകൊണ്ട് അയാളെ ഈ ഒരു കേസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ളത് വിധിക്കായിട്ടാണ് കാത്തിരിക്കുന്നത്. നല്ല കടുത്ത ശിക്ഷ തന്നെ നൽകണം, കടുത്ത ശിക്ഷ തന്നെ. വെറും ജയിൽവാസം മാത്രമല്ല, ജീവപര്യന്തം എന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള പ്രതികളെ കൊണ്ടുവന്ന് അതിനകത്തോട്ടിട്ടുള്ള ഇറച്ചിയും പത്രിയും ഈ പറഞ്ഞ ചിക്കനും മട്ടനും ഒക്കെ കൊടുത്ത് പേരിപ്പിക്കുകയല്ല ചെയ്യുന്നതിന് കടുത്ത ശിക്ഷ തന്നെ നൽകണം. ഇനി ഒരു പെൺകുട്ടിക്കും തുഷാരെ പോലെ ഇനി ഒരു പെൺകുട്ടിക്കും ഇതുപോലെ ഉണ്ടാവരുത്. തുഷാർ അനുഭവിച്ചതുപോലെ ഇനി ഒരു പെൺകുട്ടിയും അനുഭവിക്കാൻ ഇടവരുത്തരുത്. മാത്രമല്ല, ഈ ഒരു വാർത്ത ഞാൻ ഈ ഒരു ചാനലിലൂടെ പുറത്തുവിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരും തലമുറ അല്ലെങ്കിൽ നിലവിലുള്ള പെൺകുട്ടികൾ ഇതൊക്കെ മനസ്സിലാക്കി നന്നായിട്ട് പഠിച്ച് സ്വന്തമായി നിലനിൽക്കാനുള്ള ഒരു ശേഷിയിൽ അവരെ കൊണ്ടുവന്ന് എത്തിക്കുകയാണ് ചെയ്യേണ്ടുന്നത്. അതിനുശേഷം മാത്രമേ ഒരു വൈവാഹിക ജീവിതത്തിലോട്ട് കടക്കാവൂ. ഒരു ജോലി ഏതൊരു പെൺകുട്ടിയുടെയും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. അതിനുശേഷം നിങ്ങൾ വിവാഹം കഴിക്കുക, നിങ്ങളുടെ ജീവിതത്തിലെ നല്ലൊരു പങ്കാളിയെ കണ്ടെത്തുക, സന്തോഷകരമായി ജീവിക്കുക. അതിലെന്തെങ്കിലും ഒരു പാളിച്ച എവിടെയെങ്കിലും ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ധൈര്യത്തോടെ ഇറങ്ങി വരാം. ഒരുപക്ഷെ നിങ്ങളുടെ കൂടെ സമൂഹമോ നിങ്ങളുടെ അച്ഛനോ അമ്മയോ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ ജോലി, നിങ്ങളുടെ എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് മുന്നോട്ട് നടത്താനുള്ള ഒരു ത്രാണി തന്നെയാണ് നൽകുന്നത്. അപ്പോൾ ഏതൊരു പെൺകുട്ടിയല്ലേ, കുഴപ്പമില്ല, പഠിച്ചില്ലേലും കുഴപ്പമില്ല എന്ന് വളർത്തുന്ന മാതാപിതാക്കളോട് ഒന്നു മാത്രമേ പറയാനുള്ളൂ: പെൺകുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുക, അവരെ ആൺകുട്ടികളോടൊപ്പം തന്നെ നല്ലൊരു ജോലിയിലേക്ക് അവരെ പ്രാപ്തമാക്കുക, പിന്നീട് അവരെ ഒരു വൈവാഹിക ജീവിതത്തിലേക്ക് നയിക്കുക. കാരണം ജീവിതത്തിൽ എന്താണ് എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത്തരത്തിൽ പെൺകുട്ടിയെ വളർത്തിയെടുക്കുക. അവർ ജീവിക്കട്ടെ, ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള, ഒറ്റയ്ക്ക് പൊരുതാനുള്ള തൻ്റെ ഇടം അവർക്ക് ആദ്യം ഉണ്ടാക്കി കൊടുക്കുക.